ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എക്കണോമിക്സിലെ നമുക്ക് LGSന് പഠിക്കേണ്ട അവസാനത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തത് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്കണോമിക്സിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് എന്നാൽ എന്താണ്. ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം ഏതാണ്? കടുവ. വൃക്ഷം എണ്ണപ്പന. RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവ, വൃക്ഷം എണ്ണപ്പന. ഈ RBI നമ്മൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നും കൂടി അറിയപ്പെടുന്നു. RBI സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1-നാണ്. RBIയുടെ ആസ്ഥാനം മുംബൈ. RBIയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിവയാണ് RBIയുടെ ധർമ്മങ്ങൾ. അപ്പം ഭാരതീയ റിസർവ് ബാങ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ RBIയുടെ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവയാണ്, വൃക്ഷം എണ്ണപ്പന. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. 1935 ഏപ്രിൽ 1-നാണ് ഇത് സ്ഥാപിതമായത്. ആസ്ഥാനം മുംബൈ. പിന്നെ വരുന്നത് RBIയുടെ ധർമ്മങ്ങളാണ്. ധർമ്മങ്ങളിൽ 4 ധർമ്മങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. അതിലാദ്യം വരുന്നത് നോട്ട് അച്ചടിച്ചിറക്കൽ. ഈ RBIയുടെ ധർമ്മങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നോട്ട് അച്ചടിച്ചിറക്കൽ. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. അപ്പോൾ 1 രൂപ ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്ന RBI ആണ്. അപ്പോൾ 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ്. നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. അപ്പം നോട്ട് അച്ചടിച്ചിറക്കൽ എന്ന ധർമ്മത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. അപ്പോൾ 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇത് PYQ ആണ്. പിന്നെ നോട്ടടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യശേഖരമോ കരുതലായി സൂക്ഷിക്കുന്നു. ഇനി അടുത്ത ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. വായ്പ നിയന്ത്രിക്കൽ. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പ കുറയുന്നു. അപ്പോൾ പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പ കൂടുന്നു. വായ്പ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ്. അപ്പോൾ പലിശ നിരക്ക് കൂടിയാൽ എന്താണ്? വായ്പ കുറയും. അടുത്ത് വരുന്നത് സർക്കാരിൻ്റെ ബാങ്ക് എന്ന ധർമ്മം. RBIയുടെ മറ്റൊരു 3-ാമത്തെ ധർമ്മത്തെക്കുറിച്ചാണ് അടുത്ത പറയുന്നത്. സർക്കാരിൻ്റെ ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ഈ RBI ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റു ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. ബാങ്കുകളുടെ ബാങ്ക്. അപ്പോൾ സർക്കാരിൻ്റെ ബാങ്കിൽ വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ധർമ്മം, RBIയുടെ ലാസ്റ്റ് ധർമ്മമാണ് ഇനി പറയാൻ പോകുന്നത്. ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് ഈ RBI. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ. RBI എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്ന ആരാണ്? ഈ RBI ആണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കായ
ബാങ്കായി പ്രവർത്തിക്കുന്നത് RBI ആണ്. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് RBI. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് RBI ആണ്. അതായത് IMFൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് RBI ആണ്. ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് RBI ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊണ്ടത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത് 1926-ലാണ്. അപ്പോൾ RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1926. RBIയുടെ ആസ്ഥാനം മുംബൈ, ആദ്യം കൊൽക്കത്തയായിരുന്നു. പിന്നെ 1937 അത് മുംബൈ ആയി. RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ച വർഷം 1949. RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ച വർഷം 1949. RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. ₹1 നോട്ടിലൊഴികെ ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ. ₹1 നോട്ടൊഴികെ ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. എന്നാൽ ₹1 ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറി. ₹1 ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ആദ്യ RBI ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത്. ആദ്യ RBI ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സർ CD ദേശ്മുഖ്. സർ CD ദേശ്മുഖാണ് RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത് B. രാമറാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത് B. രാമറാവു, അതായത് ബെനഗൽ രാമറാവു ആണ്. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ്. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് 25ാമത്തെ ഗവർണർ. RBI ധനകാര്യ വർഷമായി ആചരിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. RBI അനുസരിച്ച് സാമ്പത്തിക വർഷം, ധനകാര്യ വർഷം എന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇത്രയാണ് RBIയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ RBIയെക്കുറിച്ച് പറഞ്ഞു. RBIയുടെ ധർമ്മങ്ങളായ നോട്ടച്ചെടുക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നിവയെക്കുറിച്ചും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. ധനകാര്യ സ്ഥാപനങ്ങളെ തന്നെ രണ്ടായി തിരിക്കാൻ പറ്റും: ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ആദ്യത്തേത് ബാങ്കുകളും. ബാങ്കുകളെ തന്നെ വീണ്ടും 4ആയിട്ട് തിരിക്കാം: വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, പിന്നെ സവിശേഷ ബാങ്ക്. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം: ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെ ആദ്യം 2ആയി തിരിച്ചു: ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. പിന്നെ ബാങ്കുകളെ തന്നെ 4ആയിട്ട് തിരിക്കാം: വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക്. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ ആദ്യം നമ്മൾ ബാങ്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ RBI തയ്യാറാക്കിയിട്ടുള്ള പുതിയ നിയമാവലിയിലൂടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ RBI തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അത് 1770 രൂപീകൃതമായത്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഈ ബാങ്കിൻ്റെയും RBIയുടെ രൂപീകരണവും ഒക്കെയാണ് ഇനി പറയുന്നത്. അപ്പോൾ 1970 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യഘട്ടം. അപ്പോൾ ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ്
ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. അപ്പോൾ ഈ ബാങ്കുകളെ ദേശസാൽക്കരണത്തിലുള്ള ഓരോ ഘട്ടങ്ങളും ഓരോ ബാങ്ക് ഉണ്ടായതും ഒക്കെയാണ് ഈ ഒരു പോയിൻറ്റ്സിൽ പറയുന്നത്. അപ്പോൾ 1970 ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, അതാണ് ആധുനിക രീതിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. അപ്പോൾ 1970 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. ദേശസാൽക്കരണം നടന്നത് 1969. അപ്പോൾ ഈ 1970 മുതൽ 1969 വരെയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതൊക്കെ ബാങ്കുകളാണ്, ഏതൊക്കെ പ്രസിഡൻസി ബാങ്കുകൾ എന്നാണ് പറയുക ഈ ബാങ്കുകൾക്ക്. ഏതൊക്കെ പ്രസിഡൻസി ബാങ്കുകളാണ് സ്ഥാപിച്ചത്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ സ്ഥാപിച്ചു. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. അപ്പോൾ അടുത്ത ഘട്ടം വരുന്നത് 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. ഈ രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അപ്പോൾ 1970 മുതൽ 1969 മുതൽ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെ. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. ഈ രണ്ടാം ഘട്ടത്തിലാണ് ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിച്ചത്. ഈ രണ്ടാം ഘട്ടത്തിലാണ് ബാങ്കുകൾ എന്ന് വെച്ചാൽ സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടതെന്ന് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. പിന്നെ 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിങ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം മറ്റനേകം സേവനങ്ങൾ നടപ്പിലാക്കി. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം മറ്റനേക സേവനങ്ങൾ നടപ്പിലാക്കി. പിന്നെ വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യ ബാങ്ക് ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ചോദിച്ചാലും ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. 1770 രൂപീകരിച്ചു. കൊൽക്കത്തയിലാണ് ആദ്യം ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപീകരിച്ചത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യ ബാങ്ക്, പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായിയാണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അത് സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് 1865. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് 1865. ഇന്ത്യക്ക് പുറത്ത് ശാഖ തുറന്ന ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ശാഖ തുറന്ന ആദ്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ 1946 ലണ്ടനിലാണ് ശാഖ തുറന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് SBI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് SBI. ഇന്ത്യയിലെ നിലവിൽ ദേശസാൽകൃത ബാങ്കുകൾ 12 ഉള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI ആണ്. ഇന്ത്യയിൽ നിലവിൽ ദേശസാൽകൃത ബാങ്കുകൾ എത്രയാണുള്ളത്? ഇന്ത്യയിൽ നിലവിൽ ദേശസാൽകൃത ബാങ്കുകൾ 12 ഉള്ളത്.
ആദ്യ ദേശസൽക്കരണം നടന്നത് 1969 ജൂലൈ 19. ആദ്യ ദേശസൽക്കരണം നടന്നത് 1969 ജൂലൈ 19. അപ്പോൾ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശസാൽകൃത ബാങ്കുകളിൽ വരുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യുണൈറ്റഡ് കമേഴ്ഷ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ഡേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യുണൈറ്റഡ് കമേഴ്ഷ്യൽ ബാങ്ക്, കാനറ ബാങ്ക്, ഡേന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അപ്പോൾ 2020 സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിനോട് ലയിച്ചു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. ആന്ധ്ര ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത്. ആന്ധ്ര ബാങ്കും കോർപ്പറേറ്റ് ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. ഓറിയൻ്റൽ ബാങ്കും ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക്, ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ 3 ബാങ്കുകളും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. അപ്പോൾ ആദ്യം ദേശസൽക്കരിച്ചത് 14 ബാങ്കുകളാണ്. ആദ്യ ദേശസൽക്കരണം നടന്നത് 1969 ജൂലൈ 19. ആദ്യം ദേശസൽക്കരിച്ചത് 14 ബാങ്കുകളാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഒന്നാം ഘട്ട ദേശസൽക്കരണം നടക്കുമ്പോൾ രാഷ്ട്രപതി VV ഗിരിയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി VV ഗിരി. രണ്ടാം ഘട്ടം 1980 ഏപ്രിൽ 15. രണ്ടാം ഘട്ടം വരുന്നത് 1980 ഏപ്രിൽ 15. 6 ബാങ്കുകളെ ദേശസൽക്കരിച്ചു. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 6 ബാങ്കുകളെ ദേശസൽക്കരിച്ചു. ആദ്യം 14 ബാങ്കുകൾ, പിന്നെ 6 ബാങ്കുകളെ ദേശസൽക്കരിച്ചു. അന്നേരം അപ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നിലവിലെ ദേശസൽകൃത ബാങ്കുകൾ എന്ന് വെച്ചാൽ 12. ആദ്യം 1969 ജൂലൈ 19 എന്ന് വെച്ചാൽ 14 ബാങ്കുകളെ ദേശസൽക്കരിച്ചു. അന്നേരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു, രാഷ്ട്രപതി VV ഗിരി. രണ്ടാം ഘട്ടത്തിൽ 1980 ഏപ്രിൽ 15 അപ്പോൾ 6 ബാങ്കുകളെ കൂടി ദേശസൽക്കരിച്ചു. അപ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അപ്പോൾ ഈ നിലവിൽ എന്ന് വെച്ചാൽ ദേശസൽകൃത ബാങ്കുകൾ 12 ഉള്ളത്. 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയിൽ ലയിപ്പിച്ചു. അപ്പോൾ 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBIയിൽ ലയിപ്പിച്ചു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിപ്പിച്ചത് എന്നാണെന്ന്. അപ്പോൾ 2017 ഏപ്രിൽ 1. ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആയിരുന്നു. അത് 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ചു. കേരളത്തിൽ മഹിളാ ബാങ്ക് ആദ്യം തിരുവനന്തപുരത്തെ കമലേശ്വരത്താണ് രൂപീകരിച്ചത്. അപ്പോൾ കേരളത്തിൽ മഹിളാ ബാങ്ക് ആദ്യം രൂപീകരിച്ചത് തിരുവനന്തപുരത്തെ കമലേശ്വരത്ത്. ഭാരതീയ മഹിളാ ബാങ്കിനെ SBIയിൽ ലയിപ്പിച്ചത് 2017 ഏപ്രിൽ 1. അപ്പോൾ ആദ്യ ശാഖ മുംബൈയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് SBI, നമ്മൾ മുന്നേ പറഞ്ഞു. ഈ പുത്തൻ തലമുറ ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. പുത്തൻ തലമുറ ബാങ്ക് എന്ന് പറഞ്ഞാൽ ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ് എക്സെട്ര തുടങ്ങിയ
ഈ ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളുള്ള ബാങ്ക്. അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപടിക്രമങ്ങളൊക്കെ എളുപ്പത്തിലാക്കുകയും വേഗത കൂട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ബാങ്കാണ്. വേഗതയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പാക്കിയിട്ടുള്ള ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്ക്. അതായത് ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളുള്ള ബാങ്ക്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് വാണിജ്യ ബാങ്കുകൾ. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ. ഈ വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ബാങ്കാണ്. അപ്പോൾ ഇതിന് ധാരാളം ശാഖകളുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായ വായ്പകൾ നൽകുന്നു. അപ്പോൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ ബാങ്കുകൾ. വാണിജ്യ ബാങ്കിൽ വരുന്നത് ഒന്നാമത് പൊതുമേഖലാ ബാങ്കും പിന്നെ സ്വകാര്യ ബാങ്കുകളും. അപ്പോൾ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളും സ്വകാര്യ വിദേശ ബാങ്കുകളും ഉണ്ട്. പൊതുമേഖലാ വാണിജ്യ ബാങ്ക്. അപ്പോൾ വാണിജ്യ ബാങ്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യ, വ്യവസായം, കൃഷി തുടങ്ങിയ വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പ നൽകുകയും ചെയ്യുന്ന ബാങ്കാണ് വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ ഈ വാണിജ്യ ബാങ്കിനെ പൊതുമേഖല നടത്തുന്ന ബാങ്കുണ്ട്, സ്വകാര്യ മേഖല അങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള ബാങ്കുകൾ: പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. ഈ സ്വകാര്യ ബാങ്കുകളിൽ തന്നെ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, സ്വകാര്യ വിദേശ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കിനെ കുറിച്ച് പറയാം. പൊതുമേഖലാ വാണിജ്യ ബാങ്കിൻ്റെ ഉടമസ്ഥത സർക്കാരിനാണ്. ഈ ബാങ്കുകളുടെ ഉടമസ്ഥത സർക്കാരിനാണ്. നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അതായത് പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ഉടമസ്ഥത സർക്കാരിനാണ്. നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അതിൽ വരുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്, RRB പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നടത്തുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണിവ. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് എപ്പോഴാണ് സ്ഥാപിച്ചത്? 1975 സ്ഥാപിച്ചു. ചെറുകിട കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ചുമതല. ഇനി വരുന്നത് സ്വകാര്യ വാണിജ്യ ബാങ്ക്. സ്വകാര്യ വാണിജ്യ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്ക്, നിയന്ത്രണം റിസർവ് ബാങ്ക് തന്നെയായിരിക്കും. സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതാണ് വാണിജ്യ ബാങ്കിൻ്റെ പ്രധാന ധർമ്മം. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ വരുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ,
വായ്പ നൽകൽ എന്നിവയാണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ, വായ്പ നൽകൽ എന്നിവയാണ് പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ ഈ വാണിജ്യ ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ വരുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കലും വായ്പ നൽകലും. അപ്പം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് എന്താണ് പലിശ നൽകുന്നുണ്ട്. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നു. അതിലാദ്യം വരുന്നത് നിക്ഷേപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിക്ഷേപങ്ങൾ 4 തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. അതിലാദ്യം വരുന്നത് സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. അപ്പം നമുക്ക് ഈ നിക്ഷേപങ്ങളെക്കുറിച്ച്, ഈ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടുന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ആ നിക്ഷേപങ്ങളിൽ 4 തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. സമ്പാദ്യ നിക്ഷേപം, അതായത് സേവിങ്സ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം, കറണ്ട് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം, റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ഇങ്ങനെ 4 തരം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഈ നിക്ഷേപങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും ബാക്കിയുള്ള ഈ ചാപ്റ്റേഴ്സിൻ്റെ ബാക്കി ഭാഗവും അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ വീഡിയോസ് ഇടുന്ന ഈ LGSന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിത് തുടക്കക്കാർക്ക് LGSന് BSc എക്സാം എഴുതി തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ SCERT പോർഷൻസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് SCERT ചാപ്റ്റേഴ്സ് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ PSC കോഴ്സും നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.